ബാക്ക്. നമുക്കൊരു കാര്യം അറിയോ, നമ്മളെല്ലാം ദോശ റോങ്ങായിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ദോശ എന്ന ദേശീയ, നമ്മുടെ എന്താ പറയുന്നത്, കേരളത്തിൻ്റെ തനിതായ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം, അത് നമ്മൾ ഫുള്ളി കാർബോഹൈഡ്രേറ്റ് അല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മളങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നമുക്കത് ഹൈ പ്രോട്ടീൻ ആക്കാൻ പറ്റും. അതിന് പകരം അത് ഒരു 90% പ്രോട്ടീൻ ആക്കിയിട്ട് നമുക്ക് ദോശ കഴിക്കാൻ പറ്റും, മോർ ഹെൽത്തി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാത്തരം ദാലും എടുത്തിട്ടുണ്ട്. മസൂർ ദാല്, മൂങ് ദാൽ, അത് ഞാൻ സെപ്പറേറ്റ് എൻ്റെ പാക്കറ്റ് കാണിച്ചതേ ഉള്ളൂ, പക്ഷേ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എടുത്തത്, അതിനകത്ത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ദാല് എങ്ങനെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഏതെടുക്കുന്നോ ഹാഫ് ഹാഫ്, അതായത് 2 കപ്പ് ഈ ദാലെല്ലാം കൂടെ എടുത്തിട്ട് 2 കപ്പ് ഉഴുന്നൂടെ ഇടുക എന്നുള്ളതാണ്. അപ്പം അരിയ ഇടുന്നെങ്കിൽ 1.5 കപ്പ് ഈ ദാലുകളെല്ലാം കൂടെ 1.5 കപ്പ് എടുത്തിട്ട് ബാക്കി 1/2 കപ്പ് അരിയും കൂടെ ഇടുക. അല്ലെങ്കിൽ നമ്മുടെ റാഗിയായിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ റാഗി പൗഡർ ഇടുക. അപ്പോൾ ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. അരി ഇട്ട് ഇതിനകത്ത് ഉണ്ട്, പക്ഷേ അല്ലാതെ റാഗി ഇട്ട് 1 പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാം 1/4 കപ്പ്. എൻ്റെ അസിസ്റ്റൻറ്റ് ഇച്ചിരി മെസ്സപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ വീണ്ടും എടുക്കേണ്ടി വന്നത്. അപ്പോൾ 1/4 കപ്പ് വെച്ച് എല്ലാ ദാലും എടുക്കുക. ഉള്ള ദാലല്ല, ഞാൻ പച്ചപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ കടല വെള്ളത്തിലിടാൻ വേണ്ടി എൻ്റെ ഇടയ്ക്ക് ഇത് വന്നതേ ഉള്ളൂ, കടലക്കറി വെക്കാൻ വേണ്ടി രാവിലെ. അപ്പോൾ കടലക്കറി വെക്കുന്നതിനും നമുക്ക് കംപ്ലീറ്റ് ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് എരിവോടെ വെക്കണമെന്നില്ല കേട്ടോ, സിമ്പിളായിട്ട് വെക്കാം. പ്രോട്ടീൻ കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് കടല വെള്ളത്തിലിടാൻ വേണ്ടി ആ കൂട്ടത്തിൽ അങ്ങ് അത് പാത്രം എടുത്തപ്പോൾ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിലിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കടല ഇട്ട് അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ദാലുകളെല്ലാം 3 തരം ദാലായത്. ആ 3 ദാല് കാക്കപ്പ് വീതം എടുത്തു. പിന്നെ ഉഴുന്ന് 2 കപ്പ് ഉഴുന്ന്. 2 കപ്പ് നമ്മൾ യൂഷ്വലി ഇടുന്ന പോലെ, അരിക്ക് 2 കപ്പ് ഇടുമ്പം അതിന് 2 ഇടുന്നെന്ന് പറഞ്ഞതുപോലെ 2. അപ്പോൾ ഇതാണ് ഞാൻ ബാക്കി ഒരു 1/2 കപ്പ് എടുത്തത്. ഇതാണ് നമ്മുടെ മിക്സ് ആയിട്ടുള്ള ബീൻസ് എല്ലാം കൂടെ. നമ്മൾ എന്തിനാ ഈ യൂഷ്വലി കഞ്ഞിയൊക്കെ ഹൈ പ്രോട്ടീൻ കഞ്ഞിയൊക്കെ വെക്കത്തില്ലേ, അതും കൂടെ എടുത്തു. അപ്പോൾ എല്ലാം കൂടെ ഒരു 5-6 തരം ഉണ്ട്. അതെല്ലാം കൂടെ സോക്ക് ചെയ്തു. ഒരു അരിയെ കഴിഞ്ഞ് അല്പം കൂടെ കൂടുതൽ, ഒരു 5-6 മണിക്കൂർ സോക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിതിനെ അരയ്ക്കണം. അതിൻ്റെ സൗണ്ട് കേട്ടോ, അതെല്ലാം കൂടെ കിട്ട്. കടല ഇടുമ്പോഴുണ്ട്, കടല ഞാൻ ഇച്ചിരിയുടെ നേരം വെള്ളത്തിലേറെ ഇടും, അപ്പം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പക്ഷേ ടേസ്റ്റ് എല്ലാം സെയിം ആകട്ടെ, ഏതൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും പ്രോട്ടീൻ ദോശയുടെ നല്ല വടി പോലത്തെ ദോശ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കുന്നത് അരിയെ കഴിഞ്ഞ് അല്പം കൂടെ സമയം എടുക്കുന്നേ ഉള്ളൂ. ബട്ട് ഒരു പകുതി നമ്മൾ നന്നായിട്ട് അരയ്ക്കുന്നില്ല. നമുക്ക് ക്രിസ്പി ആയിട്ട് ദോശ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഡ്ഡലിയുടെ പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പം നമുക്കിതിനെ കംപ്ലീറ്റ്ലി അരച്ചിട്ട്, ഞാൻ റാഗിയല്ല ഇട്ടത്, റാഗിയുടെ പൗഡറായിട്ടത്. അപ്പോൾ അതുകൊണ്ട് 1/2 ഗ്ലാസ് അരി ഇടുന്നതിന് പകരം ഞാൻ 1 ഗ്ലാസ് റാഗി പൊടി ലാസ്റ്റ് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരുവിധം അരഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തോട്ട് നമ്മുടെ റാഗി ഇടാം. അപ്പോൾ ഞാൻ 1 കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്യണം എന്നുള്ളതാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്നിച്ചിടുമ്പോൾ ഇതാകാതിരിക്കാൻ വേണ്ടി കുറേശ്ശെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് നന്നായിട്ട് കുഴച്ചൊരു 5-8 മണിക്കൂർ ഇവിടെ നമുക്ക് ഓവന് വെക്കണമല്ലോ, അത് നാട്ടിലാണെങ്കിൽ അല്ലാതെ വെക്കുക. അപ്പം എന്താണ്ട് ഇതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. മറ്റേ അരിക്കുന്ന പോലെ തന്നെ പൊങ്ങി വരും. ഉഴുന്നിടുന്നതുകൊണ്ട് ഉപ്പിട്ടു. ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം. ഉപ്പിട്ടു, പക്ഷേ നല്ല ഹൈ പ്രോട്ടീൻ ആൻഡ് ഹെൽത്തി ദോശ ഡെയിലി കഴിക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ഇഡ്ഡലി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണലായിട്ട് വല്ലപ്പോഴും ഓരോന്നുണ്ടാക്കുക. അല്ലെങ്കിൽ ഡെയിലി
ദോശ കഴിക്കാനോ ഇഡ്ഡലി കഴിക്കാനോ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കുക. ഷുഗറും വരത്തില്ല, വണ്ണവും കൂടത്തില്ല, വെരി ഹെൽത്തി. ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ആ പൊങ്ങിയിട്ട് അങ്ങ് ഇച്ചിരി താണ് പോകും, ഇച്ചിരി സോഫ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. ഞാനിപ്പോൾ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ എന്നിട്ട് ഇത് റാഗിപ്പൊടി ഇട്ടാണ്, റാഗി പൗഡറും കൂടി ഇട്ടുള്ളതാണ്. എന്നിട്ട് അല്പം കൂടെ വെള്ളം കൂടെ ഞാൻ അതിനകത്ത് കൂട്ടി ഒഴിച്ച് എന്നിട്ട് അതിന് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അല്പം കൂടെ നെയ്യും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഇത് അരി ഇട്ടതാണ് ഞാനിത് റാഗിക്ക് പൊടി, ഞാൻ അതും അതിനിടയ്ക്കൊന്ന് എടുത്തതേ ഉള്ളൂ. റാഗിക്ക് പകരം ഞാൻ 1/2 കപ്പ് അരി ഇട്ടു. അപ്പോൾ 1/2 കപ്പ് ബാക്കി ഗ്രെയിൻസ് എല്ലാം കൂടെ ദാലെല്ലാം കൂടെ ഇട്ടു. ഇതിനകത്ത് കടല ഇട്ടിട്ടുണ്ട്, കടലയും 1/4 കപ്പ് ഇട്ടു. എന്നിട്ട് ബാക്കി 1/2 കപ്പ് അരി ഇട്ടു, 2 കപ്പ് ഉഴുന്ന് വിട്ടു. അപ്പോൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നല്ല റൗണ്ട് മാർക്കിംഗ് ഒക്കെയുള്ള ദോശ, നല്ല ലൈറ്റായിട്ട് ദോശ, കട്ടി കുറച്ച് ദോശ ഉണ്ടാക്കാം, കട്ടി കൂട്ടി ദോശ ഉണ്ടാക്കാം. അപ്പോൾ എനിവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി തൊട്ട് എന്താ പറയുന്നത്, ഹൈ പ്രോട്ടീൻ ദോശ കഴിക്കുക. അപ്പോൾ ദോശ ഹെൽത്തിയാണ്, കാര്യം ഫെർമെൻറ്റഡ് ഫുഡായതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷേ നമ്മൾ റൈറ്റായിട്ട് കഴിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇത് തന്നെ ഉള്ളത് കഴിക്കാതെ, അരി തന്നെ ഇട്ടുള്ള ഫുൾ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് കഴിക്കാതെ, ഇനിയിപ്പം ഫുൾ എന്താ പറയുക, പ്രോട്ടീനായിട്ടുള്ള നമുക്ക് കഴിക്കാം. 90% പ്രോട്ടീൻ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്ട്രാ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫുൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് കാർബോഹൈഡ്രേറ്റിന് പകരം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എന്നോട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല കിഴിച്ചൊക്കെയുള്ള ക്രിസ്പി ആയിട്ടുള്ള ദോശ. കട്ടി കുറച്ചുണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ നല്ല കിഴുത്തിയൊക്കെ ആയിട്ട് വരും. കണ്ടോ, നല്ല അടിപൊളി ദോശ. സൗണ്ട് ഉണ്ടല്ലോ, നല്ല ക്രിസ്പിനെസ്. ഇതിൻ്റെ വോളിയം കുറച്ച് വെച്ചിരിക്കുന്നതായിട്ട് അറിയില്ലാലും കിട്ടും. അപ്പോൾ കണ്ടോ, നമ്മുടെ കംപ്ലീറ്റ് ഇതായി. പക്ഷേ അതിന് എഗ്ഗും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഹൈ പ്രോട്ടീനായി. അപ്പോൾ ഇതിനകത്ത് അല്പം ഹണി വേണ്ടിയവർക്ക് ഹണിയും കൂടെ ഒഴിച്ച് കഴിക്കുക. ഹണി ദോശയല്ലേ പലരുടെയും ഇഷ്ടമാണ്. അപ്പം ഞാൻ 2 തരത്തിൽ എഗ്ഗ് ഉണ്ടാക്കി. എനിക്കിച്ചിരി എന്താ പറയുന്ന ചീസ് വിട്ടു, അല്ലാതെ ചീസ് ഇല്ലാതെ ഉണ്ടാക്കി. അപ്പം ഇഷ്ടം പോലെ ഏത് തരത്തിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഉണ്ടാക്കുക. മുട്ട എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അത്തരത്തിൽ മുട്ട ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബാലൻസ്ഡ് ആയിട്ടുണ്ട്, ഹൈ പ്രോട്ടീൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് ശീലിക്കൂ, എന്താ പറയുന്നത്, പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ ശീലിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.